ഇതാണ് എൻ്റെ ട്യൂട്ടോറിയൽ കോളേജിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് പന്മന എന്ന സ്ഥലത്ത്, കൊല്ലം ജില്ലയിലെ പന്മന എന്ന് പറയുന്ന സ്ഥലത്താണ്. സക്സസ് പോയിൻ്റ് അക്കാഡമി എന്നാണ്. ഇവിടെ 8, 9, 10 ക്ലാസ്സുകളുണ്ട്. കൂടാതെ +1, +2 ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഉണ്ട്. ബോർഡിൽ സയൻസ് ഉണ്ടെങ്കിലും സയൻസ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. കുറച്ച് കുട്ടികളുള്ള ഒരു സ്ഥാപനമാണ്. അധികം കുട്ടികളൊന്നുമില്ല. +2 ഒരു 25 കുട്ടികൾ, +1 കുട്ടികളൊന്നും ആയിട്ടില്ല. 10ാം ക്ലാസ്സിലൊരു 13 കുട്ടികൾ, 9ൽ ഒരു 9 കുട്ടികൾ, അങ്ങനെ വളരെ കുറച്ച് കുട്ടികളുള്ള ഒരു സ്ഥാപനമാണിത്. ഞാൻ സ്ഥാപനത്തിൻ്റെ ചുറ്റുവട്ടം കാണിക്കുകയാണ്. ഇതിനപ്പുറത്ത് കാണുന്നത്, ഈ വേലിക്ക് അപ്പുറത്ത് കാണുന്നത് ഒരു കളരിപ്പയറ്റ് പഠന കേന്ദ്രമാണ്. ഈ കെട്ടിടം കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ഒരു ലൈബ്രറിക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു കെട്ടിടം ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ലൈബ്രറിക്ക് വേണ്ടിയിട്ട് പണിയുന്നൊരു കെട്ടിടമാണ്. അതിൻ്റെ പുറകിൽ ലൈബ്രറി ഉണ്ട്, വർക്കിംഗ് ആണ്. വൈകുന്നേരങ്ങളിൽ അത് തുറക്കും. നമ്മൾ സെൻട്രലിൽ നിന്നുകൊണ്ട് നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു സംഭവമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. പന്മന ആശ്രമം എന്ന് പറയും. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആശ്രമത്തിൻ്റെ പിൻഭാഗത്തെ ഗേറ്റ് കാണപ്പെടുന്നത്. ഇതാണ് ആ ഗേറ്റ്. നമുക്ക് ആശ്രമത്തിലോട്ട് കയറി ആശ്രമത്തിനുള്ളിൽ കടന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച മാത്രമേ സന്ദർശകർക്ക് അനുവദിച്ചിട്ടുള്ളൂ. ആ ഞായറാഴ്ച വന്നാൽ ആശ്രമവും അതിൻ്റെ ചുറ്റുവട്ടത്തും ആശ്രമത്തിനകത്തും ഒക്കെ കയറി നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു വ്ളോഗിലൂടെ നമുക്ക് ആശ്രമത്തിൻ്റെ കാര്യങ്ങൾ ഒന്ന് കാണാം, ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ആശ്രമം എന്ന് വെച്ചാൽ ഒരുപാട് ചരിത്ര ശേഷിപ്പുകളുള്ള ഒരു സ്ഥലമാണ്. ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ആശ്രമത്തിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ ഇടപ്പള്ളിക്കോട്ട എന്ന് പറയുന്ന ഹൈവേയിൽ നിന്നും കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഇടപ്പള്ളിക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത്, കൊല്ലത്തു നിന്ന് വരുമ്പോഴും എന്താണ് ഇടപ്പള്ളിക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയതിന് ശേഷം ഇടപ്പള്ളിക്കോട്ടയിൽ നിന്ന് 2 കിലോമീറ്റർ ഓട്ടോ വിളിച്ചോ ബൈക്കിലാണെങ്കിലും വളരെ സിമ്പിളായിട്ട്, അല്ലെങ്കിൽ നടന്നു വേണമെങ്കിലും നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നൊരു സ്ഥലമാണ് ആശ്രമം എന്ന് പറയുന്നത്. ശ്രീ മഹാത്മാഗാന്ധിയൊക്കെ വന്ന് അന്തി ഇറങ്ങിയിട്ടുള്ള, വിശ്രമിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. വളരെ ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ചട്ടമ്പി സ്വാമികളുമായിട്ടൊക്കെ വളരെയധികം ബന്ധമുള്ളൊരു സ്ഥലമാണ് ആശ്രമം. ചട്ടമ്പി സ്വാമികൾ സമാധിയായിട്ടുള്ള ഒരു ബിൽഡിങ് ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂളായിട്ടുള്ള പന്മനമലയിൽ ശ്രീ ബാലഭട്ടാരക വിലാസം സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ അടുത്ത് തന്നെയാണ്. അതൊക്കെ അടുത്ത വ്ളോഗുകളിൽ നിങ്ങൾ ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇത് വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് പന്മന എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറകിലും ഒരു ക്ലാസ് മുറി നമുക്ക് ഉണ്ട്. ഇതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഉള്ളൊരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഈ റോഡ് പൈപ്പ് റോഡാണ്. പൈപ്പ് ലൈൻ വഴി വെള്ളം ശാസ്താംകോട്ടയിൽ നിന്നും പന്മന പ്രദേശത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന പൈപ്പുകളിട്ട് അതിന് മുകളിൽ കൂടി പണിഞ്ഞുള്ള റോഡാണ്. ഇവിടെ ഇങ്ങനെ സൈഡിൽ 2 ബീമുകളൊക്കെ വെച്ചിട്ടുണ്ട് പലയിടത്തും. വലിയ വണ്ടികൾ കയറിയിട്ട് അടിക്കുള്ള പൈപ്പുകൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ബോർഡ്, ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ പോയാൽ ഈ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റ് കാലടി സർവകലാശാലയുടെ ഒരു സെൻറ്റർ ഇവിടെ തൊട്ടടുത്ത് 1/2 കിലോമീറ്റർ മുന്നേ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ബോർഡാണ് ഇവിടെ കാണുന്നത്. അപ്പം ഈ ചെറിയ ചുറ്റുവട്ടത്തെ വിശേഷങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. പന്മന ആശ്രമം, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല, മനയിൽ സ്കൂള്, ചട്ടമ്പി സ്വാമികൾ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതോടുകൂടി ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. തുടക്കമാണ്, ഒരുപാട് പോരായ്മകളുണ്ടാവും. എല്ലാവരും അത് ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ തരണമെന്ന്